അള്ളാഹുവിൻ്റെ നിയമ പരിധികൾക്കുള്ളിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിതം എൻജോയ്മെന്റ് ചെയ്യുന്ന ഒരു കുടുംബമായിരിക്കണം, അങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം എന്നുള്ള വലിയ ഒരു മെസ്സേജാണ് പടച്ച തമ്പുരാൻ ഈ ആയത്തിൽ കൂടെ നമുക്ക് നൽകുന്നത്. ഈ സൂറത്തിനൊരു അവതരണ പശ്ചാത്തലമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സഫിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് അല്പം തേൻ കുടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. സഫിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന്, തന്റെ ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ച വിവരം മറ്റു ഭാര്യമാരിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും എങ്ങനെയോ ആ വിവരം അറിഞ്ഞു. ഈ രണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഈ രണ്ട് പേര് ഒരു സൂത്രം അവിടെ ഒപ്പിക്കുകയുണ്ടായി. അതായത് ഹഫ്സ ആയിഷയോടും ആയിഷ ഹഫ്സയോടും പറയുന്നു, സഫിയയുടെ വീട്ടിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേൻ കുടിച്ചുവല്ലോ, റസൂല് നിങ്ങളുടെ വീട്ടിലാണ് വരുന്നതെങ്കിലും നിങ്ങൾ പറയണം മഹാഫീർ വാസനിക്കുന്നുണ്ട് എന്ന്. പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീരുമാനിച്ചു. മഹാഫീർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ അറബികൾക്കിടയിൽ പ്രചാരമുള്ള ഒരു ചെടിയും ആ ചെടിയുടെ നീരിനാണ്, അതിന്റെ കറക്കാണ് മഹാഫീർ കറ എന്ന് പറയുന്നത്. അത് മധുരമുള്ളതാണ് പോലും, അത് ജനങ്ങള് കൂടുതലും ഇഷ്ടപ്പെടാത്ത വാസനയുള്ള സാധനവുമാണ്. അത് കുടിച്ചിട്ടുണ്ട് എന്ന് പറയണം എന്ന് രണ്ടുപേരും പറഞ്ഞ് തീരുമാനിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് നേരെ വന്നത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, താങ്കളെ വല്ലാതെ ദുർഗന്ധം വമിക്കുന്നുവല്ലോ, താങ്കളെ മഗാഫിർ വാസനിക്കുന്നുണ്ടല്ലോ, താങ്കൾ മഗാഫിർ കുടിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ല, ഞാൻ മഗാഫിർ കുടിച്ചിട്ടില്ല, ഞാൻ സഫിയയുടെ വീട്ടിൽ നിന്ന് അല്പം തേൻ കുടിച്ചു എന്നല്ലാതെ മഗാഫിർ ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശപഥവും കൂടി ചെയ്തു, ഇനി മേലില് ഞാൻ തേൻ കുടിക്കില്ല എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ശപഥം ചെയ്ത് പറയുകയും ചെയ്തു. ഒരു കാര്യവും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു. രണ്ട് കാര്യമാണ് ശപഥം ചെയ്ത് പറഞ്ഞത്. അങ്ങനെ ഈ വിഷയം ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കൈമാറുകയും ചെയ്തു. ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയും ചെയ്തൊരു സംഭവം. ഇവിടെയാണ് അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, ഏ നബിയെ, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക, താങ്കൾക്ക് ഹലാലാക്കിയ ഒരു കാര്യം താങ്കൾ എന്തിനാണ് ഇത് ഹറാമാക്കുന്നത്? തബ്തഗി മറദാത അസ്വാജിക, താങ്കളുടെ ഭാര്യമാരുടെ ഇഷ്ടത്തിനൊത്തിട്ട് തൃപ്തിക്കൊത്തിട്ട് അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം
താങ്കളെ ഹറാമാക്കിയത് എന്തിനാണ്, നിഷിദ്ധമാക്കി ഞാനത് കുടിക്കില്ല എന്ന് ശപഥം ചെയ്തത് എന്തിന് എന്ന് അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയും എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഖദ് ഫറദല്ലാഹു ലക്കും തഹില്ലത ഐമാനിക്കും, താങ്കൾ ഒരു ശപഥം ചെയ്തിട്ടുണ്ട്, അതിനുള്ള പരിഹാരവും അല്ലാഹു തആല താങ്കളുടെ മേൽ നിയമമാക്കിയിട്ടുണ്ട്. എന്താണ് ആ പരിഹാരം? സൂറത്തുൽ മാഇദയുടെ 89-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഇത്ആമു അശറത മസാകീൻ, 10 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ശപഥം ലംഘിച്ചാലുള്ള പരിഹാരം. അല്ലെങ്കിൽ 10 പാവങ്ങൾക്ക് വസ്ത്രം നൽകലാണ് ശപഥം ലംഘിച്ചാലുള്ള പരിഹാര മാർഗം. അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കലാണ് ശപഥം ലംഘിച്ചാലുള്ള പരിഹാര മാർഗം. ഇനി അതൊന്നും കഴിയില്ലെങ്കിൽ 3 ദിവസത്തെ നോമ്പനുഷ്ഠിക്കലാണ് അതിനുള്ള പരിഹാര മാർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ഭാര്യമാരെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നു, ഇൻ തതൂബാ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയാണെങ്കിൽ അല്ലാഹു അത് സ്വീകരിക്കും. കാരണം ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഹഫ്സ റളിയല്ലാഹു അൻഹയോടും അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ രണ്ടുപേരുടെയും ഹൃദയം ഒരു തിന്മയിലേക്ക് ചാഞ്ഞു പോയിട്ടുണ്ട് എന്ന്. ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്, ഉലമാക്കൾ പറയുന്നത്, ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വീട്ടില് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും അവന്റെ തൃപ്തിക്കും മറ്റുള്ളവരാരുടെയും തൃപ്തിക്ക് അല്ല നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും അവന്റെ തൃപ്തിക്കും മാത്രമാണ് എന്ന് നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതം ക്രമീകരിക്കാനാണ് ഈ ആയത്ത് നമ്മളെ ഇതിന്റെ ആദ്യ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്ക്, പാന്റ് അല്പം താഴ്ത്തി ഉടുക്കലല്ലേ, അല്പം ഇറക്കി ധരിക്കലല്ലേ ഭംഗി എന്ന് ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് പറയുമ്പോ, നിര്യാണിക്ക് താഴെ ഇറക്കി ധരിക്കലല്ലേ ഭംഗി എന്ന് ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് പറയുമ്പോ നോ പറയാൻ ആ ഭർത്താവിന് കഴിയണം. അതുപോലെ ഫുൾ സ്ലീവില്ലാത്ത ചുരിദാർ ധരിക്കുന്നത് അത് ഭംഗിയല്ലേ, അല്ലെങ്കിൽ അതല്ലേ ഫാഷൻ എന്ന് പറയുമ്പോ നോ പറയാൻ ആ ഭാര്യക്കും ഭർത്താവിനോട് കഴിയേണ്ടതുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രീതിക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു കുടുംബമായി, ഒരു വീടായി നമ്മുടെ വീട് മാറണം എന്നതാണ് ഈ ആയത്ത്, ഈ സൂറത്ത് ആദ്യമായി നമുക്ക് നൽകുന്ന പാഠം. അല്ലാഹു തആല പറയുന്നു അതിന്റെ 2ാമത്തെ ഭാഗത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഊ അൻഫുസകും, നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കണം, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം നരകത്തെ തൊട്ടിട്ട്. മാത്രവുമല്ല, നിങ്ങളെ മാത്രം നോക്കിയാൽ പോരാ, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണം നരകത്തെ തൊട്ട്. കാരണം ആ നരകത്തിൽ എന്താണ് കത്തിക്കപ്പെടുന്നത് എന്ന് അല്ലാഹു തആല അതിന്റെ ബാക്കിയിൽ അങ്ങോട്ട് പറയുന്നുണ്ട്. മനുഷ്യനെയാണ് കത്തിക്കുന്നത്, അതുപോലെ കല്ലാണ് കത്തിക്കുന്നത്. ആ ഒരു നരകാഗ്നിയിൽ അത്രയ്ക്കും ഡിഗ്രിയുള്ള ശക്തമായ ചൂടുള്ള നരകത്തിലാണ് മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, ജീവിക്കുകയാണെങ്കിൽ ചെന്നെത്തേണ്ടത്. അതുകൊണ്ട് സൂക്ഷിക്കണേ എന്ന് അല്ലാഹു തആല അതിന്റെ ബാക്കി അങ്ങോട്ട് പറയാണ്. അതിന്റെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരാണ്, പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന, ഈമാൻ കാര്യം 6 കൊണ്ടും ഇസ്ലാം കാര്യം 5 കൃത്യമായി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയും, തൂബു ഇലല്ലാഹി തൗബതൻ നസൂഖ, തയ്യാറായ തൗബ, നിഷ്കളങ്കമായ തൗബ, പശ്ചാത്താപം നിങ്ങൾ അല്ലാഹുവിനോട് നടത്തണം എന്ന്. പശ്ചാത്താപത്തിന്റെ മാസമാണ് നമ്മളിലേക്ക് വരുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് മറ്റൊരിക്കൽ പറയാമെന്ന രീതിയിൽ ആ ഭാഗത്തേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. അതുപോലെ ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് 4 സ്ത്രീകളെ അല്ലാഹു തആല നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് ഇംറഅത്തുൻ നൂഹ്, മറ്റൊന്ന് ഇംറഅത്തുൽ ലൂത്ത്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, മറ്റൊന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ.
ഇവർ രണ്ടുപേരെ പറ്റിയും അല്ലാഹു തആല പറയുന്നത് കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ. ഇവർ രണ്ടുപേരും നമ്മുടെ സ്വാലിഹീങ്ങളായ അടിമകളുടെ അധീനതയിലുള്ളവരായിരുന്നു. പക്ഷേ ഫഹാനതാഹുമാ, ഇവർ രണ്ടുപേരെയും ഇവരെ ഭാര്യമാർ വഞ്ചിച്ചു കളഞ്ഞു. എന്നിട്ട് ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ, ഇവരുടെ ഭർത്താക്കന്മാര് പ്രവാചകന്മാരാണ് എന്ന ഒരു പവറും അവരുടെ അള്ളാഹുവിന്റെ അടുക്കൽക്ക് അവർക്ക് ലഭിക്കുകയില്ല. കാരണം അവർ വിശ്വാസികളല്ലാത്തത് കൊണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ, നരകത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങളും അങ്ങോട്ട് പ്രവേശിച്ചോ എന്ന് ആ രണ്ട് സ്ത്രീകളോട് അല്ലാഹു തആല പറഞ്ഞു. അവർ പ്രവാചകന്മാരുടെ ഭാര്യമാരായിരുന്നു, ഞങ്ങളുടെ ഭർത്താക്കന്മാർ പ്രവാചകന്മാരായി എന്നുള്ളതായിരിക്കുന്ന ഒരു പവറും അവർക്ക് ലഭിച്ചില്ല, അവർ വിശ്വാസികളല്ലാത്തത് കൊണ്ട്. നമുക്കൊരു പാഠമാണത്. നമ്മൾ ഇന്ന കുടുംബത്തിലാണ്, ഇന്ന ആളെ മോനാണ്, അല്ലെ ഇന്ന ആളെ മോളാണ്, ഇന്ന ആളെ ഭാര്യയാണ് എന്നുള്ള ഒരു പവറും പടച്ചവന്റെ അടുക്കൽ നമുക്ക് ലഭിക്കുകയില്ല. നമുക്ക് ഈമാൻ ഉണ്ടാകണം, നമുക്ക് അമലു സ്വാലിഹാത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് മറ്റു രണ്ട് സ്ത്രീകളെ അല്ലാഹു തആല ചൂണ്ടിക്കാണിച്ചു തന്നത് ഇംറഅത്തു ഫിർഔനിന്റെ ഭാര്യയാണെന്ന്. നമുക്കറിയാം ഫിർഔനിനെ ഏറ്റവും വലിയ ധിക്കാരിയാണ്, ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ എന്ന് വാദിച്ച ആളാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെയും അതുപോലെ ബനൂ ഇസ്രായേലിനെയും അതിക്രൂരമായി മർദ്ദിച്ച അക്രമിയായ ഒരു ഭരണാധികാരി കൂടിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറയുന്നത് അത് വിശ്വാസിനികളായ ആൾക്കാർക്ക് ഉള്ളൊരു മാതൃകയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്ന്. അതുപോലെ മറിയം ബിനത്ത് ഇമ്രാനിന്റെ മകൾ മറിയം അലൈഹിസ്സലാമിനെയും അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇവർ രണ്ടുപേരും, ഒന്ന് ഇമ്രാൻ അദ്ദേഹത്തിന്റെ മകൾ, മറ്റൊന്ന് ഫിർഔനിന്റെ ഭാര്യയാണ്. ഫിർഔനിന്റെ ഭാര്യയായിട്ട് പോലും വിശ്വാസമുള്ളത് കൊണ്ട് പടച്ചോനെ നിന്റെ അടുക്കൽ എനിക്കൊരു ഭവനം ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും ചെയ്ത ഒരു മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ. ആ മഹദിയെയാണ് സത്യവിശ്വാസിനികൾക്ക് മാതൃകയായി കൊണ്ട് അല്ലാഹു തആല കാണിച്ചു തന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ അഹ്ല് ഇതെല്ലാം ഈ വിശ്വാസികളായിക്കൊണ്ട് സൽക്കർമ്മകാരികളായിക്കൊണ്ട് ആ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്നവരായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മുടെ കുടുംബത്തെയും വീട്ടിനെയും കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാർ.